Children's stories are always fascinating. Here we are discussing such a topic, Baba Yaga by Vera D. Blumenthal. Vera D. Blumenthal collected Russian fairy tales for the book Folk Tales from the Russian to introduce Russian folk literature to American children. വീര ഡി ബ്ലൂമെന്റൽ എന്ന എഴുത്തുകാരിയുടെ പ്രശസ്തമായ ഒരു വർക്കാണ്, കൃതിയാണ്, ഷോർട്ട് സ്റ്റോറിയാണ് ബാബ യാഗ. ഇവരുടെ ഈ കൃതിയിൽ റഷ്യൻ ഫോക്ക് ടെയിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ ഫോക്ക് ടെയിൽസ് ഫ്രം ദ റഷ്യൻ എന്നത് അവരുടെ ഒരു കളക്ഷനാണ്. ആൻഡ് ഇൻ ദിസ് കളക്ഷൻ ഷീ ഡിസ്ക്രൈബ്സ് ദ ഫോക്ക് ടെയിൽസ് ഓഫ് റഷ്യ. റഷ്യയിലെ നാടോടി കഥകൾ കളക്ട് ചെയ്ത് ഒരു ബുക്കാക്കിയതാണ്. ആ ബുക്കിന്റെ പേരാണ് ഫോക്ക് ടെയിൽസ് ഫ്രം ദ റഷ്യൻ. അതിന്റെ മെയിൻ ഉദ്ദേശം ടു ഇൻട്രൊഡ്യൂസ് റഷ്യൻ ഫോക്ക് ടെയിൽസ് ആൻഡ് ലെജൻഡ്സ് ടു ദ അമേരിക്കൻ ചിൽഡ്രൻ. അമേരിക്കൻ ജനതയ്ക്ക് റഷ്യൻ നാടോടി കഥകളും ഇതിഹാസങ്ങളും ഒക്കെ അമേരിക്കൻ കുട്ടികൾക്ക്, അമേരിക്കൻ ചിൽഡ്രന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. ആൻഡ് ഷീ എയിംസ് അറ്റ് പ്രിസർവിംഗ് ദ ടാപ്പസ്ട്രി ഓഫ് റഷ്യൻ ഫോക്ക് ടെയിൽസ്, ലെജൻഡ്സ് ആൻഡ് എൻഹാൻസ് ദ വേൾഡ് വ്യൂ ഓഫ് റഷ്യൻ ലിറ്ററേച്ചർ എമംഗ് അമേരിക്കൻ ചിൽഡ്രൻ. ഈ ഒരു പുസ്തകം എഴുതിയതിലൂടെ റഷ്യൻ ലിറ്ററേച്ചർ, അതേപോലെ തന്നെ ആ ഒരു റഷ്യൻ ലിറ്ററേച്ചറിലെ ആ സമ്പന്നത, ധാരാളമായിട്ടുള്ള നാടോടി കഥകളും ലെജൻസും ഒക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ് റഷ്യൻ ഫോക്ക് ടെയിൽസ്. അതേപോലെ തന്നെ ഫോക്ക് ടെയിൽസ് ഫ്രം ദ റഷ്യൻ എന്നുള്ള ആ വർക്ക്, അതിലുൾപ്പെട്ട ഒരു സ്റ്റോറിയാണ് ബാബ യാഗ. And in a kingdom, there was a wise woman named Baba Yaga and her virtuous son. ഇവിടെ ഈ കഥയിലെ ബാബ യാഗ എന്നത് ഒരു വിച്ചാണ്, ഒരു മന്ത്രവാദിനിയാണ്. ഒരു മന്ത്രവാദിനിയായിട്ടുള്ള അവരുടെ പ്രത്യേകത, ഷീ ഈസ് നോൺ ഫോർ ഹെർ ഹട്ട് ഹാവിങ് ചിക്കൻ ലെഗ്സ്. അവരുടെ പ്രത്യേകത ബോണി ലെഗ് ആണ് അവർക്കുള്ളത്, അതായത് എല്ല് പോലെയുള്ള കാലുകളാണ്. അവർക്കൊരു മകനുണ്ട്. ഹി ഈസ് എ വേർച്വസ് മാൻ, ഒരു നല്ല മനുഷ്യനാണ്. ഇവർ ദുർമന്ത്രവാദിയാണ്, പക്ഷെ ഇവരുടെ മകൻ നല്ലവനാണ്. അതേപോലെ ഇവരുടെ പ്രത്യേകത, ഇവരുടെ കുടിലിരിക്കുന്നത് കോഴിക്കാലിലാണ്, അതായത് കോഴിയുടെ കാലിലാണ് ഇവരുടെ കുടിലിരിക്കുന്നത്. ആൻഡ് ഷീ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രാൻഡ് മദർ വിച്ച്. അവരെ അറിയപ്പെടുന്നത് ഗ്രാൻഡ് മദർ വിച്ച് എന്നാണ്, നമ്മളുടെ ഡാഗിനി അമ്മൂമ്മയെ പോലെയുള്ള ഒരു അമ്മൂമ്മ. And she usually leaves the hut in the morning and returns in the evening. അവരുടെ പ്രത്യേകത, എല്ലാ ദിവസവും രാവിലെ അവർ കുടിലിൽ നിന്ന് പോകും, വൈകിട്ടാവുമ്പോഴാണ് കുടിലിൽ വരിക. And her son marries a human and which despises her daughter-in-law and plots to kill her. അവരുടെ മകൻ, നമ്മൾ പറഞ്ഞു, നല്ലവനാണ്. അവൻ ഒരു മനുഷ്യ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു, മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇവർ വിച്ചാണ്, മാന്ത്രികരാണ്. അങ്ങനെയുള്ളവര് മനുഷ്യ ഗണത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഈ മകൻ കല്യാണം കഴിക്കുന്നു. ആ മകൻ ഈ കല്യാണം കഴിച്ചതിന് ശേഷം ആ പെൺകുട്ടി, അതായത് തൻ്റെ മരുമകളെ ഈ സ്ത്രീ ദ്രോഹിക്കുന്നു, ഒരുപാട് ദ്രോഹിക്കുന്നു. അങ്ങനെ ദ്രോഹിച്ച് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ശ്രമിക്കുന്നു. One day, while her son was away, she asked the girl to go to the woods and milk her cows. ഒരു ദിവസം അവരുടെ മകൻ അടുത്തില്ല, മകൻ അവിടെ ഇല്ലാത്ത സമയത്ത് പെൺകുട്ടിയോട് പറയുന്നു, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മകൻ നല്ലവനാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയെ ദ്രോഹിക്കലാണ് ഈ അമ്മയുടെ പണി. അപ്പോൾ മരുമകൻ അല്ലെങ്കിൽ മകൻ അടുത്തില്ലാത്ത സമയത്ത് മരുമകളെ ദ്രോഹിക്കേണ്ടിയിട്ട് അവളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗോ ടു ദ വുഡ്സ്, നീ ആ വനത്തിൽ പോകണം, എന്നിട്ട് എന്ത് ചെയ്യണം? മിൽക്ക് ദ കൗസ്, അവിടെ പോയിട്ട് പശുവിനെ കറന്നിട്ട് വരണം എന്ന് പറഞ്ഞു. ആൻഡ് ഹെർ ഹസ്ബൻഡ് അപ്പിയേഴ്സ് and instructs her that cows are really bears that will kill her. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ ഭാര്യയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അതായത് ആ മന്ത്രവാദിയുടെ മകൻ ഭാര്യയുടെ മുന്നിൽ, പെൺകുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, അമ്മ പറഞ്ഞ പശു എന്ന് പറയുന്നത് പശുവല്ല, അവിടെയുള്ള കരടിയാണ്. ആ കരടി നിന്നെ കൊല്ലും, അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ടെന്ന് പറയുന്നു. അതിന് പകരം പറയുന്നു, ഹി ഇൻസ്ട്രക്ട്സ് ഹർ to milk some mares and gives it to Baba Yaga. എന്നിട്ട് പറയുന്നു, നീ അവിടെ പോയിട്ട് ഈ കരടിയെ അല്ല കറക്കേണ്ടത്, മേയറിനെ കറക്കുക. അതായത് എന്താണ് മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. ആ മേയറിനെ കറക്കുക, എന്നിട്ട് അതിൻ്റെ പാല്
കൊണ്ടുവന്നിട്ട് ബാബായാഗയ്ക്ക് കൊടുക്കാൻ പറയുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ബാബായാഗ ആസ് ഹർ ഷിയർ ഹർ ഷീപ്പ് ഇൻ ദ വുഡ്സ്. തൊട്ട് പിറ്റേ ദിവസം പറയുന്നു എന്താണ്, വനത്തിൽ പോയിട്ട് ആടുകളെ മേയിച്ചിട്ട് വരാൻ പറയും. ആൻഡ് ഹർ ഹസ്ബൻഡ് അപ്പിയേഴ്സ് അഗെയിൻ ആൻഡ് ടെൽസ് ഹർ ദാറ്റ് ദ ഷീപ്പ് ആർ റിയലി വൂൾസ് ദാറ്റ് വിൽ ടിയർ ഹർ ടു പീസസ്. ഈ സമയത്ത് ഭർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ഇവിടെ ആട് എന്ന് പറയുന്നത് എന്താണ്, ചെന്നായ്ക്കളാണ്, ആടല്ല, ശരിക്കും വേഷം മാറിയ ചെന്നായ്ക്കളാണ്, ആ ചെന്നായ്ക്കൾ നിന്നെ പിച്ച് ചീന്തുമെന്ന് പറയുന്നു. ആൻഡ് ഹീ ടീച്ചേഴ്സ് ഹർ എ മാജിക് ചാൻറ്റ്. അദ്ദേഹം ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ബൈ ചാൻറ്റിങ് ഇറ്റ് ഓൺ എ ട്രീ, ബൈ സിറ്റിംഗ് ഓൺ എ ട്രീ, ദ ഗേൾ ചാൻസ് ദ മന്ത്ര ആൻഡ് ദ വൂൾസ് ടിയർ ദംസെൽസ്. ഇതൊന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതായത് ഈ ഷീപ്പ് എന്ന് പറയുന്നത് ചെന്നായ്ക്കളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്ത മന്ത്രം അവൾ ഒരു മരത്തിൽ കയറിയിട്ട് ഉരുവിടുന്നു. ആ മന്ത്രം പറയുന്ന സമയത്ത് ഈ ചെന്നായ്ക്കൾ പാഞ്ഞു വരുന്നു. ആ പാഞ്ഞു വരുന്ന ചെന്നായ്ക്കൾ പരസ്പരം ആക്രമിക്കുന്നതാണ് ഇവൾ കാണുന്നത്. അതിന് ബാബാ യാഗ വാസ് സോ അനോയ്ഡ് വിത്ത് ഹർ സക്സസ് ആൻഡ് സെൻസ് ഹർ ടു ബാബാ യാഗ സിസ്റ്റർ ടു ബ്രിങ് എ റീഡ് ഫോർ വീവിങ്. അപ്പോൾ തൻ്റെ മരുമകള് 2 പരീക്ഷണം നടത്തി. ആ 2 പരീക്ഷണത്തിലും വിജയിച്ച കണ്ടപ്പോഴേക്കും ബാബായാഗയ്ക്ക് വീണ്ടും ദേഷ്യമായി. അങ്ങനെ അവര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ സഹോദരിയുടെ അടുത്ത് പോകണം. എന്തിനാണ്? ടു ബ്രിങ് എ റീഡ് ഫോർ വീവിങ്. നെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുണ്ട്. ആ തട്ടിൽ വെച്ച് നെയ്യാൻ വേണ്ടിയിട്ട് നീ ആ ഒരു തുണി പോയി എടുത്തിട്ട് വരണം, അല്ലെങ്കിൽ ആ ഒരു എന്താണ് നെയ്ത്തിന്റെ സാധനം എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. And she meets her husband again and he gives her oil, lard, needles and pins as well as a comb, tablecloth, brush and a ring. ഈ സമയത്ത് അവൾ വീണ്ടും ഭർത്താവിനെ കാണുന്ന സമയത്ത് അയാൾ ഓയിൽ കൊടുക്കുന്നു, അതേപോലെ നീഡിൽസ് ആൻഡ് പിൻസ്, അതേപോലെ തന്നെ കോമ്പ്, ഒരു ടേബിൾ ക്ലോത്ത്, ബ്രഷ്, റിങ്, ഇതൊക്കെ കൊടുക്കുന്നു. ആൻഡ് ഷീ സെറ്റ്സ് ഓഫ് ഹർ ജേർണി. അവള് യാത്ര തുടങ്ങുന്നു. ആൻഡ് ഓയിൽസ് ദ ഹിഞ്ചേഴ്സ് ഓഫ് ദ ഡോർ. അവിടെ യാത്ര തുടങ്ങി. അവിടെ എത്തിയ ഉടനെ തന്നെ ഡോറിന് എണ്ണയിട്ട് കൊടുക്കുന്നത്, കരകരാ ശബ്ദമുള്ള ഓയിൽ ഇല്ലാതെ കരകര എന്ന് പറയുന്ന ആ വാതിലിന് എണ്ണയിട്ട് കൊടുക്കുന്നു. ആൻഡ് ഗീവ്സ് പീസ് ഓഫ് ഹാം ടു 2 dogs. അവിടെ 2 നായ്ക്കളുണ്ട്. ആ 2 നായ്ക്കൾക്കും കൊണ്ടുവന്ന പലഹാരം കൊടുക്കുന്നു. ആൻഡ് ഗീവ്സ് ഹാർട്ട് ടു എ കാറ്റ് ആൻഡ് നീഡിൽസ് ആൻഡ് പീൻസ് ടു എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്. അവിടെയുള്ള പൂച്ചയ്ക്കും അവള് കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കുന്നു. അതേപോലെ തന്നെ പിൻസ് ആൻഡ് നീഡിൽസ് കൊണ്ടുവന്നിരുന്നു. അത് അവിടെയുള്ള കുറച്ച് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അവർക്ക് കൊടുക്കുന്നു. ആൻഡ് ഷീ ആസ് ദ റീഡ് ഫ്രം ബാബാ യാഗ സിസ്റ്റർ ആൻഡ് ഷീ ലെറ്റ്സ് ഹർ ടു ഹാവ് ദ റീഡ് വൈൽ ഷീ ഗോസ് ടു പ്രിപ്പയർ ദി ബാത്ത് ഹൗസ്. ബാബാ യാഗയുടെ സഹോദരിയോട് പറയുന്നു, എനിക്ക് ആ റീഡ് വേണമെന്ന്. അപ്പോൾ സഹോദരി പറയുന്നു, തരാമല്ലോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അവർ പോകുന്നു. ഈ സമയത്ത് the group of girls wants her that the witch is blaming or she is planning to devour the girl and so she took the reed and escaped. ഈ സമയത്ത് ഈ കുളിക്കാൻ പോയ ഈ ബാബായാഗയുടെ സഹോദരി കുളിക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ആ പെൺകുട്ടികൾ പറയുന്നു, അവർക്കാണ് അവള് പിന്നെ നീഡിൽസും ഒക്കെ കൊണ്ട് കൊടുത്തത്. അപ്പോൾ ആ പെൺകുട്ടികൾ പറയുന്നു, നിങ്ങളെ അവർ ഉപദ്രവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടെന്ന് പറയും. Thus she took the reed and escaped from there. അങ്ങനെ ഈ പെൺകുട്ടികൾ പറയുന്നത് കേട്ടിട്ട്, അതായത് പെൺകുട്ടികൾ പറഞ്ഞത് ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവര് തയ്യാറായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടെന്ന് പറയുന്നു. അത് കേട്ട ഉടൻ നമ്മളുടെ ഈ പെൺകുട്ടി അവിടുന്ന് റീഡും എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുന്നു. ഈ സമയത്ത് നോട്ടീസിങ് ദ ആബ്സെൻസ് ഓഫ് ദ ഗേൾ, ബാബാ യാഗ സിസ്റ്റർ rebukes female servants, cats, dogs and everything for letting her go out. ഈ സമയത്ത് ബാബായാഗയുടെ സിസ്റ്റർ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഈ പെൺകുട്ടി ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ആ പെൺകുട്ടിയെ കാണാതിരിക്കുന്ന അവർക്ക് ദേഷ്യമാവുന്നു. ദേഷ്യമായ ഉടനെ അവര് അവിടെയുള്ള ഫീമെയിൽ സെർവൻസ്, ഈ പെൺകുട്ടികളെയും ക്യാറ്റിനെയും ഡോഗിനെയും അവിടെയുള്ള സകലത്തിനെയും വഴക്ക് പറയുന്നു. കാരണം ഈ പെൺകുട്ടിയെ പുറത്തേക്ക് വിട്ടതിന്, വാതിലിനെയും ഒക്കെ കുറ്റം പറയുന്നുണ്ട്. ആൻഡ് ഷീ ഫ്ലൈസ് അവേ ഓൺ ഹർ ബാക്ക് വിത്ത് ഹർ മോട്ടർ. അങ്ങനെ നമ്മളുടെ ഈ പെൺകുട്ടി പോയ വഴിക്ക് തന്നെ തൻ്റെ ഉരലിൽ കയറിയിട്ട്, മന്ത്രവാദിനിയാണെന്ന് പറഞ്ഞു, ആ ഉരലിൽ കയറി അവളുടെ പുറകെ തന്നെ ഇവരും പോകുന്നു.
And the human girl realizes that the witch is pursuing her, and she knows that this witch is pursuing her. ഇവൾക്ക് മനസ്സിലായി, അതായത് അവളുടെ ഹസ്ബൻഡ് മന്ത്രം പറഞ്ഞു കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഓരോ ആക്രമണങ്ങളെ കുറിച്ചൊക്കെ ഒരു ബോധം അവൾക്കുണ്ട്. അപ്പോൾ ഈ ബാബായാഗയുടെ സഹോദരി തന്റെ പുറകെ വരുന്നു എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി അവിടുന്ന് പോവാണ്. ആൻഡ് ഷീ ത്രോസ് കോംബ്, ടേബിൾ ക്ലോത്ത്, ബ്രഷ് ആൻഡ് റിംഗ് ടു ക്രിയേറ്റ് മാജിക് ഒബ്സ്റ്റക്കിൾസ് ടു ഹിൻഡർ ദ പെർസ്യൂട്ട് ഓഫ് ദ വിച്ച്. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു അവളുടെ ഹസ്ബൻഡ് അവൾക്ക് കോംബ്, ടേബിൾ ക്ലോത്ത്, ബ്രഷ്, അതേപോലെ റിംഗ് ഒക്കെ കൊടുത്തിരുന്നു. ഇതൊക്കെ ഓരോ മാജിക് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെ മാജിക് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുത്തത്. അത് ഓരോന്നും എടുത്ത് അവൾ ഉപയോഗിക്കുന്നു. ദ കോംബ് ബിക്കംസ് എ ഡെൻസ് ഫോറസ്റ്റ്. അദ്ദേഹം കൊടുത്ത കോംബ്, ചീർപ്പ്, ഒരു ഡെൻസ് ഫോറസ്റ്റ് ആയിട്ട്, വളരെ തിക്ക് ഫോറസ്റ്റ് ആയി മാറുന്നു. ആൻഡ് ദ ടേബിൾ ക്ലോത്ത് ബിക്കംസ് എ റിവർ. ടേബിൾ ക്ലോത്ത് ഒരു റിവറായി മാറുന്നു, നദിയായി മാറുന്നു. ദ ബ്രഷ് ബിക്കം എ സ്റ്റീപ്പ് മൗണ്ടൻ. ആ ബ്രഷ് ഒരു കുത്തനെയുള്ള മലയായി മാറുന്നു. അതേപോലെ റിംഗ് ബിക്കെയിം എ ബ്രിക്ക് വാൾ. ആ റിംഗ് ഒരു മതിലായി മാറുന്നു. ആൻഡ് ബാബാ യാഗ സിസ്റ്റർ ട്രാവേഴ്സ് ദ ഫസ്റ്റ് 3 obstacles but is traversed by the last barrier and release the girl free. ആദ്യത്തെ 3 തടസ്സങ്ങളും, അതായത് നമ്മൾ പറഞ്ഞു ഏതാണ്, ഡെൻസ് ഫോറസ്റ്റ്, റിവർ, അതേപോലെ സ്റ്റീപ്പ് മൗണ്ടൻ, ഇതൊക്കെ കടക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷെ അവസാനത്തെ ബ്രിക്ക് വാൾ കടക്കാൻ ഈ മന്ത്രവാദിക്ക് കഴിയുന്നില്ല. അതോടുകൂടി അവർ ആ പെൺകുട്ടി പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു. ആൻഡ് ദസ് ഷീ ലീവ്സ് ദ ഗേൾ ഫ്രീ. ഈ 3 തടസ്സങ്ങളും മാറി, പക്ഷേ 4ാമത്തെ തടസ്സം മാറ്റാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ആ പെൺകുട്ടി അവര് സ്വതന്ത്രമായിട്ട് വിടുന്നു. ആൻഡ് ഷീ ഡെലിവേഴ്സ് ദ റീഡ് ടു ബാബാ യാഗ ആൻഡ് യാഗ വാൺസ് ഹർ ഡോട്ടർ ഇൻ ലോ. അങ്ങനെ ആ ശക്തമായ പരീക്ഷണം വിജയിച്ച് ആ പെൺകുട്ടി ബാബാ യാഗയ്ക്ക് റീഡ് കൊണ്ട് കൊടുക്കുന്നു. ആ സമയത്ത് ബാബാ യാഗയ്ക്ക് മനസ്സിലായി ഇവള് സാധാരണ പെൺകുട്ടിയല്ല, മനുഷ്യഗണത്തിൽപ്പെട്ടതാണെങ്കിലും തൻ്റെ മകന് പറ്റിയ കുട്ടിയാണ്, പാവം കുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവളെ ചേർത്ത് നിർത്തുന്ന ആ ഒരു രംഗമാണ് ഈ കഥയിൽ അവസാനമുള്ളത്. ഇതിന് റഷ്യൻ നാടോടി കഥയാണ്. നന്മ എപ്പോഴായാലും വിജയിക്കും എന്നുള്ള ആ ഒരു മെസ്സേജാണ്. അപ്പോൾ മനുഷ്യഗണത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ പോലും മന്ത്രവാദവും കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ മനസ്സിലെ നന്മ കൊണ്ട് ആ ഒരു ഒബീഡിയൻസ്, സത്യസന്ധതയും അനുസരണശീലവും നന്മയും ഒക്കെ കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാകാതെ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ ആ കുട്ടിക്ക് കഴിയും. ആ ഒരു മെസ്സേജ് തന്നെയാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയും സ്നേഹവും നല്ല മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തടസ്സങ്ങളും മാറി മുന്നോട്ടേക്ക് എത്താൻ നമുക്ക് സാധിക്കും, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്ന ഒരു മെസ്സേജാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ നമുക്കറിയാം ഏറ്റവും വലിയ പ്രത്യേകത അതിലൊരു മോറൽ ലെസൺ ഉണ്ടായിരിക്കും. ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുണപാഠം എപ്പോഴും ഉണ്ടാകുന്ന കഥകളായിരിക്കും ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഇതിന് ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ഡിമാൻഡ്സ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി പ്ലാൻസ് ഓഫ് ബാബാ യാഗ ടു കിൽ ദി ഗേൾ. ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കുറേ അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്. ആ പരീക്ഷണങ്ങൾ 3 പരീക്ഷണങ്ങളിൽ ആ കുട്ടി ജയിച്ചു. ആ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. These are the main points. Hope you enjoyed it. Thank you.